A particle executes simple harmonic motion along a straight path of length 28 centimeter with a time period 3 seconds. What is the time required for the particle to move between 2 points 7 centimeter on either side of the mean position? ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ലെങ്ത്ത് 30 സെൻറ്റിമീറ്റർ എന്നാണ് തന്നേക്കുന്നത്. പക്ഷേ 30 സെൻറ്റിമീറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരുപാട് ഫ്രാക്ഷനായിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ തൽക്കാലം ഞാൻ 30 മാറ്റിയിട്ട് 28 ഇട്ടിട്ടുണ്ട്. സോ നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഒരു ബോഡി. ദെൻ സ്ട്രെയിറ്റ് പാത്ത്, ആ സ്ട്രെയിറ്റ് പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 28 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 സെക്കൻഡ്സ് ആണ്. അപ്പം നമുക്കറിയാം അതിൻ്റെ ഒറിജിൻ O ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ 28 ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും, എന്ന് വെച്ചാൽ 14 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇങ്ങോട്ട് -14 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? ദി ടൈം ബിറ്റ്വീൻ 2 points 7 സെൻറ്റിമീറ്റർ ആണ് ഏതൊരു സൈഡിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു 7 സെൻറ്റിമീറ്റർ വരും. ദെൻ ഇവിടെയും എന്ത് വരും? ഒരു -7 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ പോയിൻ്റ് മുതൽ -7 സെൻറ്റിമീറ്റർ മുതൽ +7 സെൻറ്റിമീറ്റർ വരെ ട്രാവലിന് എടുക്കുന്ന ടൈമാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മളിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 0 മുതൽ 7 വരെ ട്രാവലിന് എടുക്കുന്ന ടൈമും അതുപോലെ -7 മുതൽ 0 വരെ ട്രാവലിന് എടുക്കുന്ന സമയം സെയിം ആണ് അല്ലേ. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമും അതുപോലെ 0-ൽ നിന്ന് 7-ലേക്ക് പോകുന്ന ടൈമും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? പക്ഷെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ -7 സെൻറ്റിമീറ്റർ മുതൽ 0 ഒരു പാത്തും അതുപോലെ 7 സെൻറ്റിമീറ്റർ മുതൽ A വരെയും ഉള്ള ടൈം, ഈ രണ്ട് ടൈമാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇത് രണ്ടും രണ്ട് പൊസിഷനിലാണ് വരുന്നത്. ഇപ്പോൾ -7 to 0 അതുപോലെ 7 to 14 എന്ന് പറയുന്ന റീജിയൻസ് രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റിലാണ് വരുന്നത് അല്ലേ, പൊസിഷനിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് റീജിയൻ്റെയും വെലോസിറ്റീസ് ഒരിക്കലും സെയിം ആവില്ല. പക്ഷേ നിങ്ങൾ ഈ -7-ഉം അതുപോലെ 7-ഉം നോക്കിയത് രണ്ടും ഒരു മീൻ പൊസിഷനിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലാണ് അല്ലേ. അപ്പം മീൻ പൊസിഷനിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിൽ വരുന്ന പോയിൻറ്റ്സിൻ്റെ വെലോസിറ്റീസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടൈം ഡ്യൂറേഷനും സെയിം ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഈ ടെക്നിക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, -7 മുതൽ 0 വരെയുള്ള ടൈമും അതുപോലെ 0 മുതൽ 7 വരെയുള്ള ടൈമും ഈക്വൽ ആണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ 0 മുതൽ 7 വരെയുള്ള ടൈമിനെ T എന്ന് കൊടുക്കുകയാണ്, T0 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം എത്രയായിരിക്കും? ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2T0 ആയിരിക്കും അല്ലേ. T0യുടെ 2 ടൈംസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തൽക്കാലം T0 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒറിജിനിൽ നിന്നാണ് മെഷർമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ എഴുതാം, x = a sin ωt അല്ലേ. നിങ്ങൾ എക്സ്ട്രീം എൻഡിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒറിജിനിൽ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്, അപ്പോൾ സൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇനി എക്സ് എത്ര തന്നിരിക്കുന്ന? എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ 0 മുതൽ 7 വരെയുള്ള കേസാണ് ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് 7 എന്ന് കൊടുക്കുക, which is equal to ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? 14. സോ 14 സൈൻ ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. ഇപ്പോൾ ടൈം പീരീഡ് 3 തന്നിട്ടുണ്ട്, അപ്പോൾ 2π/3 × t. സോ 7 ഡിവൈഡഡ് ബൈ 14 ഈസ് ഈക്വൽ ടു സൈൻ 2π/3 × t. നമ്മൾ T0 എന്നാണ് കൺസിഡർ ചെയ്തേക്കുന്നത്, T0 എന്ന് കൊടുക്കും. സോ ഇതെത്ര കിട്ടും? 7-ഉം 14-ഉം കൊണ്ട് ക്യാൻസലായി പോയിട്ട് 1/2 എന്ന് കിട്ടും. അപ്പോൾ സൈനിൻ്റെ ഏത് ആംഗിളാണ് 1/2 വരുന്നതെന്ന് അറിയാമോ? സൈൻ 60 വരില്ല, കാരണം എന്താ? √3/2 ആണ്. അപ്പം നമുക്ക് 30 ആണ് ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. സോ 2π/3 T0 ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. 30 മീൻസ് π/6 ആണ്. അപ്പം നമ്മൾ സോൾവ് ചെയ്യുകയാണ്. 3 6 ക്യാൻസലായി 2, ദെൻ പൈയും ക്യാൻസലായി. സോ T0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/4 സെക്കൻഡ്സ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 0 മുതൽ 7 വരെ ട്രാവലിന് എടുക്കുന്ന ടൈമാണ് 1/4 സെക്കൻഡ്സ്. ദെയർഫോർ total time is equal to 2 into T0, which is equal to 2 into
1/4 that is 1/2.5 seconds എന്ന് കിട്ടും ആൻസർ.